പ്രിയമുള്ളവരെ, ഈസ്റ്റർ കഴിഞ്ഞുള്ള 6ാമത്തെ ഞായറാഴ്ചയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിച്ചുവെന്ന് ഭൂമിയുടെ അതിർത്തികളവരെയും വിളിച്ചു പറയുവാനായിട്ടുള്ള വലിയൊരു ദൗത്യം നമുക്കോരോരുത്തർക്കും ഇന്ന് കർത്താവ് നൽകി അനുഗ്രഹിക്കുന്നു. വിജാതീയരെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടും നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പോസ്തലന്മാർ ശ്രേഷ്ഠന്മാർക്കും സഭ മുഴുവനും പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുന്നവർക്ക് പിന്നെ ഒരു പരിച്ഛേദനത്തിൻ്റെ ആവശ്യമില്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കുക. യെരുസലേം കൗൺസിലിൽ പ്രത്യേകമായിട്ടും പരിച്ഛേദനം ആവശ്യമുണ്ടോ പുതുതായി ചേരുന്ന വിജാതീയർക്ക്, അവർ വീണ്ടും ഒരു പരിച്ഛേദനത്തിനായിട്ട് പോയിട്ട് വേണമോ ക്രിസ്ത്യാനികളായി മാറുവാനെന്നുള്ള ചർച്ച വളരെ ഗൗരവതരമായിരുന്നു. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുക. ഈ കൗൺസിലിലൂടെ അവരെടുത്ത തീരുമാനത്തിൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്ത് ഞെരിച്ചു കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിങ്ങൾ അകന്നിരിക്കണം. ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ മാത്രം മതി. അത് തന്നെ ഒരു പരിച്ഛേദനമാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുക. ആദ്യമുണ്ടായിരുന്ന വലിയൊരു തർക്കമായിരുന്നു, യഹൂദരല്ലാത്തവരൊക്കെ പരിച്ഛേദനം ചെയ്തിട്ട് വേണം ക്രിസ്ത്യാനികളാകണമെന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ചിന്തിക്കുവാനായിട്ട് ഈ കൗൺസിൽ സഹായിച്ചു. 2ാമത്തെ വായനയിൽ പുതിയൊരു ജെറുസലേമിനെ കുറിച്ചാണ് പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് മാറുന്ന ഓരോരുത്തരും ഒരാത്മാവിൻ്റെ നിറവ് ഉള്ള ദേവാലയങ്ങളായിട്ട് മാറുവാനായിട്ട് വിളിച്ചിരിക്കുന്നുവെന്ന് പ്രത്യേകമായിട്ടും നമ്മെ ഓർമ്മിപ്പിക്കും. വെളിപാടിൻ്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ഇറങ്ങി വന്നിരിക്കുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ കാണിച്ചു കൊടുത്തതായിട്ട് യോഹന്നാൻ ശ്ലീഹ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നു. 12 അടിസ്ഥാനങ്ങളുള്ളൊരു നഗരം, 12 അപ്പോസ്തലന്മാരുടെ പേര് കുത്തിയിരിക്കുന്ന നഗരത്തിൽ ഒരു ദേവാലയവും കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവമായ കർത്താവും കുഞ്ഞാടുമാണ് അതിൻ്റെ ദേവാലയം. നഗരത്തിന് പ്രകാശം നൽകുവാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമില്ലായിരുന്നു. അത്രത്തോളം ദൈവിക തേജസ് അവിടെ പ്രകാശിച്ചു എന്നാണ്. ആ ദേവാലയം നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മൾ പ്രകാശിക്കുമ്പോൾ ഈ പ്രകാശം ഒരു നിത്യപ്രകാശമായി ജ്വലിച്ചു നിൽക്കുന്നു. സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ പ്രകാശം ആവശ്യമില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് നിന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വാസം നമ്മിലുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പാലിക്കണം. യെശയ്യാ പറയുന്നുണ്ട്, വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ അനുതാപം ഉണ്ടാകണം. വചനം കേൾക്കുമ്പോൾ നീ വിറയ്ക്കണം എന്ന് പറഞ്ഞാൽ ആ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടാകണം. ഹൃദയത്തിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കും. ദൈവവചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെ ഞാൻ കടാക്ഷിക്കുമെന്നാണ്. ഈ കടാക്ഷമാണ് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത്. ദൈവത്തിൻ്റെ ഈ കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് വേണം. നിങ്ങളുടെ ദാഹത്തോടുകൂടി പരിശുദ്ധാത്മാവിനെ
ചോദിച്ചാൽ തീർച്ചയായിട്ടും അവിടുന്ന് ഇരട്ടിയായ ഇതിനെ നൽകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവിടുന്ന് നമ്മെ പഠിപ്പിക്കുമെന്ന് ഓർമ്മിപ്പിക്കും. ഞാൻ പോകുന്നുവെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവിനേക്കാൾ വലിയവനാണ്. പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായി നാം ഓരോരുത്തരും മാറുമ്പോൾ നമുക്ക് നമ്മെ സ്നേഹിക്കാൻ, ചുറ്റുപാടുകളെ സ്നേഹിക്കാൻ, നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കാൻ, ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ ഒക്കെ കഴിയും. ഈ സ്നേഹത്തിൻ്റെ നിറവായി മാറുവാനായിട്ടാണ് കർത്താവായ യേശു നമ്മെ പഠിപ്പിച്ചതും നമ്മോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു പുതിയ ജെറുസലേം, തേജസ്സുള്ള ജെറുസലേം, നീയാകുന്ന ദേവാലയം തേജസ്സോടുകൂടി നിലനിൽക്കുവാൻ നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ നിനക്ക് സാധിക്കും. ഈ ബോധ്യമായിരിക്കണം നിന്നെ മുന്നോട്ട് നയിക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവായ യേശു നിന്നെ ഓർപ്പിക്കുന്നത്, സകലരെയും, വിജാതീയനെന്നോ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് നീ എന്ന ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ ആ സ്നേഹം നിനക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കും. അങ്ങനെ നീ ഒരു പുതിയ ജെറുസലേമായിട്ട് മാറും. ഈ പുതിയ ജെറുസലേമായിട്ട് മാറണമെങ്കിൽ നീ ദൈവത്തിൻ്റെ കൂടാരമായിട്ട് മാറും. ഈ കൂടാരം നിന്നിൽ തന്നെയാണ് ദൈവം വസിക്കുന്നതെന്നുള്ള ബോധ്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ നീ ഒരു കൂടാരമായിട്ട് മാറും. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.